അങ്ങനെ സെറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇതാ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെന്താണ് ക്ലിയർ ഇല്ലാത്തത്? അഡ്ജസ്റ്റ് ചെയ്യത്തക്ക വണ്ണത്തിനാണ് ചെയ്തിരിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാം ആണ് സംഭവം. ലൈറ്റ് ഇതാണ്. രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം ബൈക്കിൽ സെറ്റ് ചെയ്യാം. കറണ്ട് ഇല്ല, നമുക്ക് ആ സമയം കൊണ്ട് പൊളിക്കാം. ഓക്കെ, സെറ്റ് പൊളി. നമുക്കിനി ടൂൾസ് എടുക്കാം. ടൂൾസ് സെറ്റ്. പുറത്ത് വണ്ടി ഇരിക്കണം. ഫസ്റ്റ് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പൊളിച്ചിട്ട് വണ്ടിയിൽ നിന്നെടുത്ത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പൊളിച്ചടുക്കാം. അങ്ങോട്ട് അത്രേ ഉള്ളൂ. നമ്മടത്തൊരു കളി നടക്കൂല. ഓക്കെ, നെക്സ്റ്റ് എന്ത് വേണമെന്ന് വെച്ചാൽ ഗണ്ണുണ്ട്. ഗണ്ണെടുക്കണോ? ഗണ്ണെടുക്കാം. ഓക്കെ, സെറ്റ്. അപ്പം നമുക്കിനി പൊളിക്കാം. അടുത്ത് ഇളക്കി ഇതായിരിക്കുന്നു. നമുക്കെടുത്ത് മാറ്റണം, കാരണം ദിവസം കൊണ്ട് കഴിയില്ല. ദിവസം കൊണ്ട് കഴിയാത്തത് കൊണ്ട് നമുക്ക് അതിനെല്ലാം സ്ക്രൂവും നെറ്റും ബോൾട്ടും എല്ലാം എടുത്ത് മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ മിസ്സായി പോകും. അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ, മിസ്സായി പോയാൽ തെയ്യം. ഇതാണ് നമ്മുടെ ലൈറ്റ്. താഴെ 1 2 3 4 വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ വാട്ടർ സ്പ്രേ ചെയ്യാൻ സംഭവം. നമ്മളെ വീഡിയോ കണ്ടാൽ അറിയായിരിക്കും. വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. ഇതിനെ ആക്കാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് വെയിറ്റും പിന്നെ മാറ്റാനുള്ളതെല്ലാം മാറ്റാം. മാറട്ടെ ഇളകി മാറട്ടെ. എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും അറിയില്ല. നോക്കാം. മാറ്റണം. വെള്ളം കണ്ടിട്ട് കാലം
ഓക്കെ, ഇതാണ് സാധനം. ഇതിപ്പോൾ സംഭവം എന്തെന്ന് വെച്ചാൽ ഇതിലൊരു സെപ്പറേറ്റ് ഒരു ഷീൽഡ് വരും. എന്താ ഏത് ഈ സംഭവം വയ്ക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇത് വലുതാണ്. നമുക്കിപ്പോൾ ഇതിൽ വയ്ക്കണമെങ്കിൽ ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് താന്ന് വരണത് ഇത് ഇവിടെ ആയിട്ട് വരണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റണം. അതിപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അതിനെ ഒരെണ്ണത്തിൽ കട്ട് ചെയ്തു. ഇത് വച്ചിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ വച്ചിട്ട് കട്ട് ചെയ്തുള്ള കുഴപ്പം വൈബ്രേഷനാണ്. ഇതിൻ്റെ അകത്ത് LED ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫുൾ റിമൂവ് ചെയ്തെടുത്ത് ഇത് മാത്രം എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പം പണി കിട്ടും. അതുകൊണ്ട് ലെൻസിനെ ഇളക്കണം, ഇളക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കണം. അല്ലെങ്കിൽ കുറച്ചെങ്കിലും താന്നിരിക്കും. ആ പീസിൽ ലേശം കട്ട് ചെയ്യേണ്ടി വരും. ആ പീസിൽ നോക്കാം. സെറ്റ്. ഓക്കെ, ഇത് മിക്കവാറും ഈ സ്ക്രാച്ച് ആയിട്ടാണ് ഈ പുറത്ത് ഈ സംഭവം ഒട്ടിച്ചിരിക്കുന്നത്. നോക്കാം, ചിലപ്പോൾ ഇത് ഇളക്കേണ്ടി വരും. ഫുൾ ബ്രൈറ്റ്നെസ് കിട്ടണമെങ്കിൽ ഇത് ഇളക്കേണ്ടി വരും. നോക്കാം. ലെൻസിന് ഇളക്കിയിട്ടുണ്ട്. ലെൻസ് ഇളക്കിയിട്ടുണ്ട്. അടുത്ത് ഇതിനെയും ഇളക്കി. ഇതാണ് നമ്മളതിൽ കാറിൽ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന റിലേ ടൈപ്പാണ്. അതായത് ഇതിങ്ങനെ ആകുമ്പോൾ താന്നു കൊടുക്കും. അവിടെ എന്താ സംഭവം ഇതിങ്ങനെ ആകുമ്പോൾ എന്താ ഡിമ്മ് ബ്രൈറ്റ്, ഇത് ബ്രൈറ്റ്, ഇത് ഡിമ്മ്. ഇതാണ് സെറ്റപ്പ്. ഓക്കെ, ഇത് LED ഉണ്ട്. ടൈനി LED, ചെറിയ LED പോലും ഫോക്കസ് ആവണില്ല. ഇതായിരിക്കണം കണ്ട. ഇതൊന്നും തൊട്ടാൻ പാടില്ല, പൊടിയെ കയറാൻ പാടില്ല ഇതിൽ. അപ്പോൾ ഓക്കെ, ഇനി ആ വയറിനെ ഇളക്കി വിട്ടിട്ട് കട്ട് ചെയ്തിട്ട് വരണേ. ഓക്കെ, ബൈ. അടുത്ത് നോക്കാം. സെറ്റ്. ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഫാൻ ഇരിക്കുന്നുണ്ടോ? ഫാൻ കാണിച്ചു. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇതാ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെന്താണ് ക്ലിയർ ഇല്ല. അഡ്ജസ്റ്റ് ചെയ്യത്തക്ക വണ്ണത്തിനാണ് ചെയ്തിരിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു മെയിൻ നെട്ടും ബോൾട്ടുമാണ്. ഇവിടെ സ്ക്രൂ ആണ്. ഇവിടെ നെട്ടും ബോൾട്ടും സ്ക്രൂ. ഇത് ഇവിടെ കൊടുത്തിട്ട് ഇത് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് പുറത്ത് നിന്ന് സപ്പോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രീതിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. നോക്കി അത് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പം പകലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല. അടുത്ത് അതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇതിനെയും കൂടെ ഇതിൽ വെച്ചാൽ നൈസായിരിക്കും ഇവിടെ. കാരണം ആ ബാക്കൊന്നും കാണില്ല. ഇവിടെ കുറച്ച് കട്ട് ചെയ്യണം. ചെറിയൊരു ഫിറ്റ് ചെയ്ത് വെക്കണം. വെച്ചിട്ട് ഗ്ലാസ് ഒന്ന് വെച്ച് നോക്കണം. നോക്കിയാൽ അറിയാൻ പറ്റും ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സെറ്റ്. മാസപ്പുളി ഇങ്ങനെ DRL വെച്ചു. DRL അടുത്ത് ഈ ഗ്ലാസ്സിനെടുത്ത് ഈ വാടക വെക്കണം. സ്ക്രാച്ചാണ് ഗ്ലാസ്, കുഴപ്പമില്ല. ഓക്കെ,
ഇതും കൂടെ ഇങ്ങനെ വരുമ്പോൾ ഇതായിരിക്കും ലുക്ക്. ഇതായിരിക്കും ലുക്ക്. ഇതിങ്ങനെ വരും. ഓക്കെ, സെറ്റ്. ഓക്കെ, സാധനം സെറ്റുണ്ട്. ഇതാ കണ്ടല്ലോ, DRL സ്ക്രാച്ച് ഉണ്ട്, ഫുൾ സ്ക്രാച്ചാണ്. അപ്പോൾ വേറെ വഴിയില്ല, അതിനടുത്തൊരു ഹെഡ്ലൈറ്റ് വാങ്ങുമ്പോൾ സെറ്റാക്കാം. DRL ഇതായിരിക്കുന്ന 2 DRL വെച്ചിട്ടുണ്ട്. ഒരു വാം വൈറ്റും യെല്ലോയും വെച്ചിട്ടുണ്ട്. ഇതിലും വാം വൈറ്റും യെല്ലോയും വെച്ചിട്ടുണ്ട്. സംഭവം വൈറ്റ് സംഭവമാണ്. ഇതിൻ്റെ പേര് മറന്നതല്ല പുള്ളി. സെറ്റായിട്ടുണ്ട്. ഇതിനടുത്ത് ഇതതിൽ സെറ്റ് ചെയ്യണം. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മൾ ബൈക്ക് ഏതാണ്ട് സെറ്റായി, ലൈറ്റെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. രാത്രിയായി. ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ വെട്ടം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. സംഭവം ഒരെണ്ണം ഒരു 65,000 വരും ഒരു ലൈറ്റ് ഏകദേശം. അതായത് അതുപോലെ 2 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇസൂസിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഇസൂസു പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല. ഇസൂസു എന്നാണ് തോന്നുന്നു, കറക്റ്റായിരിക്കും. അപ്പോൾ അതിൻ്റെ ഔട്ട് നിങ്ങൾ തന്നെ കണ്ടോളൂ. DRL ഉണ്ട്, 2 DRL ഉണ്ട്, യെല്ലോയും വാം വൈറ്റും. 2 DRL വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഔട്ട് എങ്ങനെയുണ്ടെന്ന്, അതിൻ്റെ ലുക്ക് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടോളൂ. ഇതിപ്പോൾ ഹെഡ്ലൈറ്റാണ്. ആ വെട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ഹെഡ്ലൈറ്റാണ്, അതായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യൂസിലോട്ട് പോയി നോക്കാം.